100-ലധികം ഒരു 100-110 ആളുകൾ പ്രതീക്ഷിക്കുള്ളൂ. അപ്പൊ 100 അത് കറക്റ്റാണ്. ഓക്കെ, അല്ല പ്രചോദനമല്ല, എൻ്റെ തൊഴിൽ അതായിട്ട് ഞാൻ തിരഞ്ഞെടുത്തതാണ്. എൻ്റെ ജോലി അതായിട്ടാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ഞാനൊരു 27 കൊല്ലം മുമ്പ് ടെലിവിഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് തരം പ്രോഗ്രാമുകളാണ് ഞാൻ ഉണ്ടാക്കേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ അന്ന് വരെ ആരും ചെയ്യാത്തത് വേണം ചെയ്യാൻ എന്ന് തീരുമാനിച്ചാണ് ട്രാവലോഗുകൾ ആണ് ടെലിവിഷൻ പ്രോഗ്രാം ആക്കേണ്ടതെന്ന് തീരുമാനിച്ച് അങ്ങനെ പോയത്. ഇത്ര രാജ്യങ്ങൾ സന്ദർശിച്ചാണ്. അപ്പോൾ ഞാനിപ്പോൾ വീൽ ചെയർ ബൗണ്ട് കുട്ടിയായതുകൊണ്ട് എനിക്ക് രാജസ്ഥാനിലെ കുംഭൽഗഡ് ഫോർട്ട് മുകളിലായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. എന്നാൽ ഏറ്റവും നല്ല വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യം ഏതാണ്? യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ആ ഒരു കൾച്ചർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴാണ് പയ്യെ അതിനെക്കുറിച്ച് ഇപ്പോൾ കെട്ടിടം പണിയുമ്പോൾ നേരത്തെ അങ്ങനെ ഒരു ചിന്ത ആർക്കും ഇല്ലല്ലോ. ഇപ്പോൾ ഈ കെട്ടിടം പോലും പണിയുന്ന സമയത്ത് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു നിയമമില്ല. പക്ഷേ ഇപ്പോൾ കെട്ടിടങ്ങൾ പണിയുമ്പോൾ ഇങ്ങനെ വേണമെന്ന് ഗവൺമെൻറ്റിൻ്റെ നിയമമുണ്ട്, പുതുതായിട്ട് പണിയുന്ന കെട്ടിടങ്ങൾ. അപ്പോൾ ഇന്ത്യയിലും ഇനിയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ വരും. ഇപ്പോൾ ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് അങ്ങനെ നിയമങ്ങളായി. നേരത്തെ 50-60 മുതൽ യൂറോപ്പിലൊക്കെ അങ്ങനെ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ എല്ലാ ഫെസിലിറ്റിയും എല്ലാ സ്ഥലത്തും ഏത് ടൂറിസ്റ്റ് കേന്ദ്രം പണിയുമ്പോഴും അല്ലെങ്കിൽ അവിടെ ഫെസിലിറ്റികൾ ഒരുക്കുമ്പോഴും ഇത് നിർബന്ധമാണ്. അതുകൊണ്ട് അവിടെ എല്ലാം ഫെസിലിറ്റി ഉണ്ട്. കൂടാതെ ഇത്തരത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ വണ്ടി, ഇപ്പോൾ ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണെങ്കിൽ അതിൽ ഏറ്റവും വണ്ടി ചെല്ലാവുന്ന ഏറ്റവും അങ്ങേറ്റം വരെ അവർക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അവിടെയാണ് പാർക്കിംഗ് ഒക്കെ. അല്ലാതെ മറ്റുള്ളവരെ പോലെ കുറേ അകലെ കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റികൾ മിക്കവാറും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലുമായി, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ, ഇപ്പം ദുബായിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെയാണ്. എൻ്റെ പ്രായത്തിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കൊടുക്കാനുള്ള ഉപദേശം എന്താ? ഞാൻ ഉപദേശമല്ല, ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, അതാണ് നോക്കേണ്ടത്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ യുണീക്കായിട്ടുള്ള കണ്ടന്റാണ് എപ്പോഴും ആളുകൾ പ്രതീക്ഷിക്കുന്നത്. യുണീക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ചെയ്യാത്ത തരത്തിലുള്ള സാധനങ്ങൾ. കാരണം എല്ലാ മനുഷ്യരും യുണീക്കായി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെങ്കിലല്ലേ ആവശ്യമുള്ളൂ. ഒരാൾ ചെയ്ത കണ്ടന്റ് തന്നെ വേറൊരാൾ ചെയ്യുന്നതിൽ ആളുകൾക്ക് ആവശ്യമില്ല. സോ ബി യുണീക്ക്. യു ആർ ഓൾറെഡി യുണീക്ക്, സോ യു ഹാവ് മോർ ഓപ്പർച്യൂണിറ്റീസ്. ഇത്രയും രാജ്യങ്ങൾ സന്ദർശിക്കാൻ നിങ്ങളെ സഹായിച്ച ഒരു കഴിവ് പറയാം. കഴിവെന്ന് പറയുന്നത്, ഇത് നമ്മൾക്ക് ഒന്നും അത്ര എളുപ്പമല്ല. ഇപ്പോൾ എനിക്ക് എളുപ്പമാണ്, പക്ഷേ തുടങ്ങുമ്പോൾ എളുപ്പമായിരുന്നില്ല എന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ 1 രാജ്യമോ 2 രാജ്യമോ 3 രാജ്യമോ കഴിയുമ്പോൾ നമുക്ക് പണമില്ലാതാവും, നമുക്ക് പോകാനുള്ള സഹായങ്ങളില്ലാതാവും, നമ്മൾ ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യാതാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിരാശരായി ആ പരിപാടി തന്നെ നിർത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങനെ നിരാശരായി എങ്കിലും അത് നിർത്തിപ്പോകാതെ തുടരാനുള്ള ശ്രമം നടത്തിയത് കൊണ്ടാണ് അത് തുടർന്നു പോയത്. അത് പിന്നെ ഇപ്പം സഞ്ചാരമായിട്ട് ഇപ്പം നിലനിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ പണ്ടേ ഇത് സ്റ്റോപ്പ് ചെയ്തേ. നിങ്ങൾക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റണമെങ്കിൽ ഏത് കാലഘട്ടത്തിലേക്കായിരിക്കും നിങ്ങൾ പോയിരുന്നത്? ഒരു 1930s 40s ഒക്കെ ഞാൻ പോയത്. കാരണം ആ സമയത്ത് ലോകം വേറൊരു രീതിയിലായിരുന്നു. കാരണം ടെക്നോളജിയൊക്കെ വലിയ തോതിൽ ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു സമയം, വേൾഡ് വാറിന് ഒരുക്കം കൂടുന്ന സമയം, ഹിറ്റ്ലർ ജർമ്മനിയിൽ ഭരിക്കുന്ന സമയം, അമേരിക്കയിൽ പുതിയ ടെക്നോളജികൾ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പോലുള്ള സാധനങ്ങൾ വളർന്നു വരുന്ന സമയം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് ആളുകൾക്ക് കിട്ടുന്ന സമയം. അങ്ങനെ തന്നെയുമല്ല, കിഴക്കനേഷ്യ, ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒക്കെ സമയം, ഗാന്ധിജി, നെഹ്റു ഇവരൊക്കെ സജീവമായിട്ടുള്ള കാലം. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ ഉണ്ടായത്. അപ്പോൾ നമ്മൾ സിനിമകൾ എടുത്ത് നോക്കിയാലും വേൾഡ് ക്ലാസിക്കുകൾ എടുത്ത് നോക്കിയാലും ഒരു വേൾഡ് വാർ 2 കാലഘട്ടത്തിലെ ഉണ്ടായ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ മൂവീസ് ഉണ്ടായിട്ടുള്ളത് ഹോളിവുഡിൽ പോലും. അപ്പോൾ ആ കാലഘട്ടം സിനിമ കണ്ടതുകൊണ്ടുകൂടി ആവാം, സിനിമകൾ ഇത്രയും കണ്ടിട്ടുള്ളത് കൊണ്ടുകൂടി ആവാം, ആ കാലഘട്ടം റിയലായിട്ട് കാണുക എന്നുള്ളത് വളരെ രസകരമായിരിക്കും.
നിങ്ങൾ ഒരു രാജ്യത്ത് പോകുമ്പോ അവിടുത്തെ ലോക്കൽസായിട്ട് എങ്ങനെയാ ബന്ധപ്പെടുന്നത്? ലോക്കൽസുമായിട്ട് വലിയ തോതിലുള്ള ഇന്ററാക്ഷൻസ് ഇല്ല, പക്ഷെ ചെറിയ തോതിൽ അതിനൊക്കെ ആവശ്യം വരുമല്ലോ. ഉദാഹരണത്തിന് ടാക്സി ഡ്രൈവേഴ്സ്, അതല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റുകൾ, അതല്ലെങ്കിൽ അവിടെ കണ്ടുമുട്ടുന്ന കുറച്ച് ആളുകൾ. ചിലപ്പോൾ മനഃപൂർവ്വം തന്നെ ഞാൻ ചില ഗ്രാമങ്ങളിൽ പോകും. ആ ഗ്രാമങ്ങളിലെ ആളുകൾ, വില്ലേജേഴ്സ്, അവരുടെ ജീവിതം. പക്ഷെ ചിലയിടത്തൊക്കെ വളരെ ഫ്രണ്ട്ലി ആകുമെങ്കിലും മറ്റു ചിലയിടത്ത് നമ്മൾ മുൻകൂട്ടി അനുവാദമൊക്കെ വാങ്ങി വളരെ പ്ലാൻ ചെയ്ത് പോയെങ്കിലേ നടക്കുന്നു. എനിക്ക് എൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഞാനൊരാഴ്ച കൂടുതൽ ഒരിക്കലും ഒരു യാത്ര ഒന്നിച്ച് നടത്താറില്ല. അങ്ങനെ നടത്തുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ നേരത്തെ ഒരു 2-3 ദിവസം മുമ്പേ ഒരു ഗ്രാമത്തിലെ അനുവാദമൊക്കെ മേടിച്ച് യൂറോപ്പിലൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ട് കൂടുതൽ. വളരെ പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവരുടെ വീടുകളിലേക്ക് ചെല്ലും. കുറേ ആളുകൾ എപ്പോഴും വളരെ വെൽക്കമിങ് ആയിരിക്കും. മറ്റു ചിലർ നോക്കട്ടെ, മറ്റന്നാൾ വരും, നാളെ വരും എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് അവരെല്ലാം തിരക്കിലാണ്. അതുകൊണ്ടാണ് അത് ഇപ്പോൾ എന്താണ്, കേരളൈസ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് കേരളം ഭാവിയിൽ എങ്ങനെയായിരിക്കണം എന്നതിന് മറ്റ് ചില രാജ്യങ്ങളിലെ ചില ഉദാഹരണങ്ങൾ, അവർ ചില മേഖലയിൽ നടത്തിയ നേട്ടങ്ങൾ, ഇതിനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു സാധനം. പിന്നെ സീറോ ഗ്രാവിറ്റി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. സീറോ ഗ്രാവിറ്റിയിൽ ഞാൻ സീറോ ഗ്രാവിറ്റി ട്രെയിനിങ്ങിന് വേണ്ടി കെന്നഡി സ്പേസ് സെൻറ്ററിൽ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളായിരുന്നു. പിന്നെ ഒന്ന് നടാഷയുടെ വർണ്ണവില്ലുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് ഒരു എന്താണ്, ഈസ്റ്റേൺ യൂറോപ്പിയൻ അല്ല നോർത്ത് യൂറോപ്പിലൂടെയുള്ള റഷ്യ ഉൾപ്പെടെയുള്ള ഒരു യാത്രയുടെ കഥയായിരുന്നു. പിന്നെ ബാൾട്ടിക് ഡയറിയുണ്ട്, ബാൾട്ടിക് രാജ്യങ്ങളിലൂടെ നടത്തിയ യാത്രയാണ്. പിന്നെ ഗ്രൗണ്ട് സീറോയിലേക്ക് അയക്കുന്നുണ്ട്, അത് അമേരിക്കയിലൂടെ നടത്തിയ യാത്രയുടെ വ്യത്യസ്തമായ കഥയാണ്. അങ്ങനെ 7 പുസ്തകങ്ങളാണ്. കേരളത്തില് എന്നെ പോലെയുള്ള കൂടുതൽ ടൂറിസം ഡെവലപ്ഡ് ആക്കാനുള്ള കുറച്ച് വേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കേരള ഇപ്പൊ ടൂറിസം ഒന്ന് വർദ്ധിപ്പിക്കാനും ഒരു വർഷത്തിൽ എത്ര ആള് വരണം എന്നുള്ളത് ഒന്ന് വർദ്ധിപ്പിക്കാൻ ഇപ്പൊ ടൂറിസ്റ്റുകൾ കേരളത്തിൽ ഒന്നേ കുറവാണ്. അപ്പൊ ഒരു കുറച്ച് വേസ് പറഞ്ഞു. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഏറ്റവും നല്ല മാർഗം, ഇപ്പൊ നമ്മളിപ്പോൾ ഏത് രാജ്യത്തും പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ചെല്ലുമ്പോൾ ആഫ്രിക്കൻ ജീവിതം എന്താണെന്ന് കാണാനാണ് നമ്മൾ പോകുന്നത്. ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ അവിടെ ദുബായ് പോലെ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ ദുബായ് പോയാൽ മതി. സോ യുണീക്നെസ് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അല്ലെ, ഇപ്പോൾ ആ നാടിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റണം. ഇപ്പം ചൈനയിൽ ചെന്നാൽ ചൈനീസ് ജീവിതമാണ് നമുക്ക് കാണണ്ടേ. എന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിൻ്റെ ജീവിതത്തെ പ്രൊഫഷണലായിട്ട് നമ്മൾ ആർക്കൈവ് അല്ലെങ്കിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ അത് ആളുകൾക്ക് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കണം. കേരളീയ ജീവിതം, കേരളത്തിൻ്റെ സംസ്കാരം, കേരളത്തിൻ്റെ ഭക്ഷണം, കേരളത്തിൻ്റെ കലകൾ, കേരളത്തിൻ്റെ ആർക്കിടെക്ചർ, ഇതൊക്കെ നമ്മൾ അതിനെ എന്താണ് വൃത്തിയായിട്ട് ഡിസ്പ്ലേ ചെയ്യണം, അവതരിപ്പിക്കണം. അപ്പോൾ അത് ആളുകൾക്ക് കൗതുകം ഉണ്ടാവും. പിന്നെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷനുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ വേമ്പനാട്ട് കായലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ ബീച്ചുകളുണ്ട്. ഇതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. വരുന്ന ടൂറിസ്റ്റുകളുടെ ഏറ്റവും വലിയ പരാതി, അല്ലെങ്കിൽ അവർ പരാതി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ അവരുടെ മനസ്സിൽ പതിയുന്നത് നമ്മൾ വൃത്തിയില്ലാത്ത മനുഷ്യരാണെന്നുള്ളൊരു ചിന്തയാണ്. നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുന്നുള്ളത് അവർക്കറിയില്ലല്ലോ. അവർ നോക്കുന്നത് നമ്മുടെ പരിസരങ്ങളിലാണ്. അപ്പോൾ അവിടെ കേരളം വൃത്തിയില്ലാത്തൊരു സ്ഥലമാണെന്നുള്ളൊരു ചിന്തയുണ്ട് ആളുകൾക്ക്. അതെൻ്റെ അടുത്ത് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വൃത്തിയായിട്ടുള്ള ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ പേരാണ്. ഒത്തിരി രാജ്യങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരുമാതിരി വികസിതമായ നാടുകളൊക്കെ വൃത്തിയായിട്ടിടുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പം ആഫ്രിക്കയിലെ റുവാണ്ട എന്ന് പറഞ്ഞൊരു രാജ്യത്ത് ഞാനൊരു 3-4 മാസം മുമ്പ് പോയി. ഞാൻ വീഡിയോ കണ്ടിരുന്നു. അതെ. അപ്പം അവിടെയൊക്കെ അവർ സാധാരണ ജനങ്ങളാണ്, വളരെ ദരിദ്രരായ മനുഷ്യരൊക്കെ ആണെങ്കിലും അവർ റോഡ് പൊതുസ്ഥലങ്ങൾ ഒക്കെ വൃത്തിയായിട്ടും സൗന്ദര്യത്തോടെ ഇടാൻ വേണ്ടി പ്രത്യേക ശ്രമം നടത്തുന്നത്. അത് ഗവൺമെൻറ് നിയമം മൂലം അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവർക്ക് പോലും പറ്റുന്ന ഒരു കാര്യമാണത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളും വളരെ വൃത്തിയായിട്ട് സൗന്ദര്യത്തോടെ അവരുടെ പട്ടണങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. യൂറോപ്പിലും അങ്ങനെ തന്നെ, അമേരിക്കയിലും, ഈവൻ ലാറ്റിൻ അമേരിക്കയിലും നമ്മളിപ്പോൾ മെക്സിക്കോ, അതെ, പെറു, ചിലി ഇതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സിറ്റികളൊക്കെ വളരെ മനോഹരങ്ങളും വൃത്തിയായിട്ട് സംരക്ഷിക്കുന്നതാണ്. ഗ്രാമങ്ങളിൽ കുറച്ച്
ശാസ്ത്രീയമായ വേസ്റ്റ് നിർമ്മാർജ്ജന അല്ലെങ്കിൽ വേസ്റ്റ് കൂടിക്കിടക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പട്ടണങ്ങളെല്ലാം വളരെ വൃത്തിയാണ്. പൊതുജനങ്ങൾ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങളെല്ലാം അവർ നല്ല ഭംഗിയായി സംരക്ഷിക്കുന്നുണ്ട്. സാർ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായി, ബാലിയിൽ ഇപ്പൊ പ്രേക്ഷകരുടെ കൂടെ പോകുമ്പോ ഒരാള് ടോയ്ലറ്റിൽ ഹെയർ ഡ്രയർ വെച്ച് അത് അവര് തന്നെ തിരിച്ചു കൊണ്ട് തന്നു. സാർ അങ്ങനെ ക്ഷമ തിരിച്ചു പോയി ക്ഷമ പറഞ്ഞിട്ടാണ് യാത്ര തിരിച്ചതെന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെയാണ്? അല്ല, ഹെയർ ഡ്രയർ അല്ല, അത് ഈ ഇവര് ഹെയർ ഡൈ കറുപ്പിക്കാൻ വേണ്ടി, മുടി കറുപ്പിക്കാൻ വേണ്ടി ഹെയർ ഡൈ ചെയ്തപ്പോൾ അത് കൂടുതൽ വന്നതായിരിക്കാം. ചിലപ്പോൾ പെട്ടെന്ന് അത് ക്ലീൻ ചെയ്തതായിരിക്കാം. അവിടുത്തെ ഇരുന്ന ലിനൻ ഉണ്ടല്ലോ, ടവല്, അതുകൊണ്ട് അവരിത് തുടച്ചു. അപ്പോൾ ആ ലിനനെ മുഴുവൻ ഇതായി. അപ്പോൾ സാധാരണഗതി നമ്മൾ ഹോട്ടലിലൊക്കെ അവിടുത്തെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നശിപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ ഇത് അലക്കിയാൽ പോവുമെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി അവിടെ ടവലൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ അലക്കിയാൽ പോയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ മറ്റൊരു ഗസ്റ്റിന് ഇനി അത് കൊടുക്കാൻ പറ്റില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ വീൽ ഹാവ് ടു പേ ഇറ്റ്, കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ അവർ കൊണ്ടുവന്നു. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരോടും നമ്മളുടെ പ്രേക്ഷകരോടും പറയുന്നത്, നമ്മളെപ്പോഴും ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? ഒരു ഡാമേജ് മറ്റൊരു സ്ഥാപനത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ പൈസ കൊടുത്തിട്ടൊക്കെ താമസിക്കുന്നതെങ്കിൽ അവിടെ ഏറ്റവും ഡീസൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്തില്ലെങ്കിൽ അവർ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കാണുന്നതാണ്. അപ്പോൾ ഇന്ത്യക്കാർ വന്നാൽ ഇങ്ങനെയാണ്, നശിപ്പിച്ചിട്ടേ പോകുള്ളൂ എന്നൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയാൽ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നവർ ചെല്ലുമ്പോഴും അവർ ആ കാര്യങ്ങൾ അങ്ങനെയാളുടെ കരുതുള്ളൂ. നമ്മളൊക്കെ കാണുമ്പോഴും ഇവൻ പ്രശ്നക്കാരനാണ്, സൂക്ഷിക്കണം എന്ന് ചിന്തിക്കും. ഇന്ത്യയില് വൃത്തിയായിട്ടുള്ള സ്റ്റേറ്റ്, ഏകദേശം ഒരു വെൽ മെയിൻറ്റൈൻഡ് സ്റ്റേറ്റ് ഏതെന്ന് പറയും. എല്ലാം കണക്കാണ്. എല്ലാം നമുക്കിപ്പോഴും ആ വൃത്തിയുടെ സംസ്കാരം പൂർണ്ണമായിട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മുടെ മധ്യപ്രദേശ് അല്ലെങ്കിൽ ഇൻഡോർ, വൃത്തിയുള്ള ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള പട്ടണം ഇൻഡോർ ആണെന്നാണ് വരുന്നത്. ഇൻഡോറിൻ്റെ എല്ലാ ഭാഗവും വൃത്തിയാണെന്നല്ല ഇതിനർത്ഥം. പക്ഷേ ഇൻഡോറിൽ വൃത്തിയാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. മാലിന്യം വേസ്റ്റ് മാനേജ്മെൻറ്റിനൊരു സംവിധാനമുണ്ട്. അത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വൃത്തിയുണ്ട്. പക്ഷേ പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാം. പക്ഷേ ഇൻഡോർ കുറച്ചൊരു വൃത്തിയുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ വൃത്തിയാക്കാൻ ഗവൺമെൻറ്റുകളും ജനങ്ങളും ഒന്നിച്ച് ശ്രമിച്ചാൽ നടക്കും. വലിയൊരു ശതമാനം ആളുകൾക്ക് ഈ വൃത്തിയാക്കേണ്ടത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇങ്ങനെയൊക്കെ കിടന്നാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്താണ് ഇനി മുമ്പോട്ടുള്ള വിഷൻ? സ്പോർട്സ് ജേർണലിസ്റ്റ് ആവും. സ്പോർട്സ് ആണോ ഇഷ്ടപ്പെട്ട വിഷയം? ഏത് ഇനം സ്പോർട്സ്? സ്പോർട്സ് ജേർണലിസ്റ്റ് എന്ന ഒരു ജനറലൈസ് ചെയ്യാമെങ്കിലും ഇപ്പോൾ സ്പെഷ്യലൈസേഷൻ്റെ ഒരു കാലമാണല്ലോ. ആളുകളിപ്പോൾ ക്രിക്കറ്റിൻ്റെ സ്പെഷ്യലൈസ് ചെയ്ത ജേർണലിസ്റ്റുകൾ, ഫുട്ബോളിൻ്റെ സ്പെഷ്യലൈസ് ചെയ്ത ജേർണലിസ്റ്റുകൾ, അങ്ങനെ നോക്കിയാൽ എവിടെയായിരിക്കും? എല്ലാം കാണും, പക്ഷേ കൂടുതൽ ക്രിക്കറ്റ് ഫുട്ബോളാണ്.